Hi, welcome to Lash Class. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമിസ്റ്റർ കോമൺ കോഴ്സ് കലൈഡോസ്കോപ്പിലെ ടു സീ ഹിം എഗെയിൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ചിലിയൻ പോയറ്റ് ഗബ്രിയേല മിസ്ട്രാൽ എഴുതിയ ചെറിയൊരു പോയമാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി നോക്കാം. ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇനീഷ്യൽ ലോങ്ങിങ്. The speaker laments that they will never see their loved one again. പ്രിയപ്പെട്ട ഒരാളെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്നുള്ള ദുഃഖമാണ് ഈ പോയത്തിൻ്റെ തുടക്കത്തിൽ അവർ പങ്കുവയ്ക്കുന്നത്. ടു സീ ഹിം എഗെയിൻ, അല്ലെങ്കിൽ ഇനി ഒരിക്കൽ കൂടി അയാളെ കാണാൻ എന്നുള്ള ഈ പോയത്തിൻ്റെ ഹെഡിങ്ങിൽ നിന്ന് തന്നെ ഒരാളെ മിസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. ദ റിപ്പീറ്റേഷൻ ഓഫ് നെവർ നെവർ എഗെയിൻ emphasizes the permanence of this separation. കൂടാതെ നെവർ നെവർ എഗെയിൻ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇനി ഒരിക്കലും ഒരിക്കലും ഉണ്ടാകില്ലേ, ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലേ എന്നുള്ള ചോദ്യമാണ് അവരവിടെ ആവർത്തിച്ച് ചോദിക്കുന്നത്. അതിലൂടെ പെർമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു വേർപാടാണ് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം അവർ എംഫസൈസ് ചെയ്യുന്നു. സ്പെസിഫിക് ടൈംസ് ആൻഡ് പ്ലേസസ്. The speaker reflects on various times and places where they will not encounter their loved one. കൂടാതെ ഇനി ഏതെല്ലാം സമയങ്ങളിൽ എവിടെയെല്ലാം വെച്ചിട്ട് അവർക്ക് കാണാതിരിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അതായത് അവർ സാധാരണഗതിക്ക് കാണാറുണ്ടായിരുന്ന സമയങ്ങൾ, അതുപോലെ തന്നെ സ്ഥലങ്ങൾ എന്നിവയെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ അവരെ വേട്ടയാടുന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. സച്ച് ആസ് സ്റ്റാറി നൈറ്റ്സ്, ഏർലി മോർണിംഗ്സ് ആൻഡ് ആഫ്റ്റർനൂൺസ്. അതായത് നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രാത്രികളായാലും രാവിലെ ആയാലും അതുപോലെ ആഫ്റ്റർനൂൺ ആയാലും എല്ലാ സമയങ്ങളിലും ഇതുപോലെ ഇനി കാണാൻ കഴിയില്ലോ എന്നുള്ള കാര്യം അവർ പറയുന്നു. ദിസ് സജസ്റ്റ് ദാറ്റ് ദി ആബ്സെൻസ് ഈസ് ഫെൽറ്റ് കണ്ടിന്യൂസ്ലി ആൻഡ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ സ്പീക്കേഴ്സ് ലൈഫ്. അപ്പോൾ ഈ സമയങ്ങൾ പറയുമ്പോൾ ഏറെക്കുറെ എല്ലാ സമയങ്ങളും പറയുന്നുണ്ട്. രാവിലെ, ഉച്ച, അതുപോലെ രാത്രി എന്നുള്ള സമയങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും ഇയാളെ നമ്മുടെ പോയറ്റ് മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സന്ദേശമാണ് അവിടെ പറയുന്നത്. നാച്ചുറൽ ആൻഡ് എവറിഡേ സിറ്റിങ്സ്. നേരത്തെ അവർ ഏതെല്ലാം സമയങ്ങളിലാണ് ഈ പ്രിയപ്പെട്ട ഒരാളെ മിസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഏതെല്ലാം സ്ഥലങ്ങളിലാണെന്നാണ് പറയുന്നത്. The speaker considers specific settings like the edge of a pale road, a trembling fountain under the moon, and beneath lush poplars. അതായത് സാധാരണ അവരുടെ നിത്യജീവിതത്തിൽ കടന്നു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു വഴിയോരത്ത് വെച്ചിട്ട്, അതുപോലെ തന്നെ നിലാവ് നിറഞ്ഞിട്ടുള്ള ഈ ചന്ദ്രന് താഴെ, അതുപോലെ ഈ പോപ്ലാർ എന്ന് പറയുന്ന മരമാണ്, ആ മരത്തിന് ചുവട്ടിൽ, അങ്ങനെ ഈ സ്ഥലങ്ങളിലെല്ലാം വെച്ചിട്ട് ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. These places are associated with the memories of the loved one and their absence heightens the speaker's sense of loss. അപ്പോൾ ഇതെല്ലാം ഈ പ്രിയപ്പെട്ട ഒരാളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഓർമ്മകളുള്ള ഇടങ്ങളാണ്. അവിടെയെല്ലാം വെച്ച് ഇനി കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള രീതിയിൽ നേരത്തെ പറഞ്ഞതായിട്ടുള്ള എല്ലാ സമയത്തും അവർ ഇയാളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. എക്കോസ് ആൻഡ് നൈറ്റ് ഓവർടേക്കിംഗ്. അപ്പോൾ ഇത്ര നേരം അവർ സ്ഥിരം അവരെ കണ്ടിരുന്ന അവരുടെ ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇടങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. ഇനി അവരെ കുറിച്ച് അൺനാച്ചുറൽ ആയിട്ടുള്ള ഇമേജറിയാണ് ഉപയോഗിക്കുന്നത്. The speaker recalls the grotto that echoes their words and the night where they were overtaken while calling out to the loved one. ഗ്രോട്ടോ എന്ന് പറയുന്നത് ഒരു ഗുഹ എന്നുള്ള അർത്ഥമാണ്. അവരുടെ ശബ്ദം എക്കോ ചെയ്യുന്ന ആ ഗുഹയ്ക്കകത്ത് പോലും ഇനി നിങ്ങളെ കാണാൻ കഴിയില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ഈ ശബ്ദം ഇങ്ങനെ എക്കോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മനസ്സിൽ എപ്പോഴും ഇതേ ചിന്തകൾ തന്നെയാണ് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഇമേജറി ആയിട്ടാണ് ഈ ശബ്ദം എക്കോ ചെയ്യുന്ന ഒരു ഗുഹയെ നമ്മളിവിടെ കാണുന്നത്. ആ രീതിയിൽ ഇനി ഈ ഇടങ്ങളിലൊന്നും നിങ്ങളെ കാണാൻ കഴിയില്ലേ എന്നുള്ള ചോദ്യം തന്നെ ഇവർ ആവർത്തിക്കുന്നു. These images convey a haunting presence of the loved one and the speaker's persistent search for them. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സിസ്റ്റൻസ്, നിരന്തരമായിട്ടുള്ള ഒരു വേദനയാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ അവർ പറയുന്നത്. അവർ നിരന്തരം ഈ നഷ്ടപ്പെട്ടു പോയ ആളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അവരെ എല്ലായ്പ്പോഴും മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഗുഹയ്ക്കകത്ത് ശബ്ദം എക്കോ ചെയ്യുന്നത് പോലെ ഈ ചോദ്യങ്ങൾ അവരിൽ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നു. Desperation and resolve. Despite acknowledging that they won't see the loved one again in these familiar places, the speaker declares a willingness to see him anywhere. അപ്പോൾ
ഇവർക്ക് പരിചിതമായിട്ടുള്ള ഈ ഇടങ്ങളിലൊന്നും ഇയാളെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നു. പക്ഷെ എന്നിട്ടും എവിടെയെങ്കിലും വെച്ചിട്ട് ഒരിക്കലെങ്കിലും കാണാനായെങ്കിൽ എന്നുള്ള കാര്യം തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. The speaker declares a willingness to see him anywhere, even in the most extreme or supernatural conditions, such as heaven's dead water or a boiling hole. നമ്മൾ സാധാരണ പറയാറുള്ള ഒരു പ്രയോഗം തന്നെയാണ്. അതായത് ഇനിയിപ്പോൾ ഈ ഭൂമിയിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർഗത്തിൽ വെച്ചെങ്കിലും നരകത്തിൽ വെച്ചെങ്കിലും എന്നുള്ള രീതിയിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഏത് സാഹചര്യത്തിലെങ്കിലും ഒരിക്കലെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ അവർ പറയുന്നു. യൂണിറ്റി ആൻഡ് ഇമ്മോർട്ടൽ ബോണ്ട്. The poem concludes with the speaker expressing a desire to be united with the loved one in every season. ഇനി എല്ലാ സീസണിലും, സ്പ്രിംഗിലും വിന്ററിലും എല്ലായ്പ്പോഴും ഈ പ്രിയപ്പെട്ട ആളുമായിട്ട് കണക്ട് ചെയ്തിരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹമാണ് ഈ പോയത്തിന്റെ അവസാനത്തിൽ അവർ പങ്കുവെക്കുന്നത്. മെറ്റഫോറിക്കലി ടൈഡ് ടുഗദർ ഇൻ ഇറ്റേണൽ ബോണ്ട്. ഒരു ഇറ്റേണലായ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ഒരു ബന്ധമായിട്ട് അത് തുടർന്നിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം അവരവിടെ പ്രകടിപ്പിക്കുന്നു. The painted note around his bloody neck symbolizes a permanent and unbreakable connection transcending life and death. അതിനുവേണ്ടി അവരോട് ഉപയോഗിക്കുന്ന ഒരു ഇമേജറി പെയിന്റഡ് നോട്ട് അറൌണ്ട് ഹിസ് ബ്ലഡി നെക്ക് എന്നാണ്. നോട്ട് എന്ന് പറയുന്നത് ഒരു കുരുക്ക് അല്ലെങ്കിൽ കയർ എന്നുള്ള അർത്ഥമാണ്. അതായത് ഒരു പെയിന്റഡ് അലങ്കാരങ്ങളൊക്കെ ഉള്ള അങ്ങനെ ഒരു ബന്ധനമായിട്ട് ഇത് തുടർന്നിരുന്നെങ്കിൽ എന്നുള്ള കാര്യമാണ് അവരോട് പറയുന്നത്. അതായത് ഈ ജീവിതത്തിനും മരണത്തിനും ഒന്നും വേർപെടുത്താൻ കഴിയാത്ത ഒരു നിത്യമായിട്ടുള്ള ഒരു കണക്ഷൻ അയാളുമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ആഗ്രഹമാണ് അവർ ഈ പോയത്തിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പൊതുവിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവർക്ക് നഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരാളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും അയാളെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർ അംഗീകരിക്കുന്നതും വീണ്ടും ഒരിക്കലെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്നുള്ള അവരുടെ ആഗ്രഹവുമാണ്. അങ്ങനെ ഒരു വേർപാടിന്റെ വേദനയാണ് ഈ പോയത്തിനകത്ത് പങ്കുവയ്ക്കുന്നത്. ഇനി ഇതിലെ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം? ഈ പോയത്തിലെ പ്രധാനപ്പെട്ട തീം എന്താണ്? ദ സെൻട്രൽ ഐഡിയ ഓഫ് ദ പോയം ഈസ് ദ സ്പീക്കേഴ്സ് പ്രൊഫൗണ്ട് ലോങ്ങിങ് ആൻഡ് ഡിസ്പെയർ ഓവർ ദ പെർമനന്റ് ലോസ് ഓഫ് എ ലവ്ഡ് വൺ. പ്രിയപ്പെട്ട ഒരാളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടതിന്റെ വേദനയാണ് അവർ ഇതിനകത്ത് പങ്കുവയ്ക്കുന്നത്. ദ പോയം എക്സ്പ്ലോർസ് തീംസ് ഓഫ് സെപ്പറേഷൻ, ഏർണിംഗ് ആൻഡ് ദ ഡിസയർ ഫോർ റീയൂണിയൻ. അതുപോലെ വേർപാടിന്റെയും ഒരിക്കൽ കൂടി കാണണമെന്നുള്ള ആഗ്രഹത്തിന്റെയും തീമുകളാണ് ഈ പോയത്തിനകത്ത് പങ്കുവയ്ക്കുന്നത്. വാട്ട് ഡസ് ദ സ്പീക്കർ വിഷ് ഫോർ? ഇനി എന്താണ് ഇവർ ആഗ്രഹിക്കുന്നത്? ദ സ്പീക്കർ വിഷസ് ടു ബി റീയുണൈറ്റഡ് വിത്ത് ദെയർ ലവ്ഡ് വൺ റിഗാർഡ്ലെസ് ഓഫ് ദ പ്ലേസ് ഓർ സർക്കംസ്റ്റാൻസസ്. ഒരിക്കൽ കൂടി അയാളുടെ കൂടെ റീയൂണിയൻ ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അത് എവിടെ വെച്ചാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അവർക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ദിസ് ഇന്റൻസ് ഡിസയർ ട്രാൻസെൻഡ്സ് ടൈം, ലൊക്കേഷൻ ആൻഡ് ഈവൻ ഡെത്ത്. അത് മരണത്തിന് ശേഷമായാലും അതുപോലെ തന്നെ എവിടെ വെച്ച് ഏത് സമയത്തായാലും കുഴപ്പമില്ല, ഒരിക്കലെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹമാണ് അവർ പറയുന്നത്. വിച്ച് ആർ ദി അൺലൈക്ലി പ്ലേസസ് ഓഫ് യൂണിയൻ മെൻഷൻഡ് ഇൻ ദ പോയം? ഇനി ഇവരെ അസ്വാഭാവികമായിട്ട് ഏതെല്ലാം സ്ഥലങ്ങളിൽ വെച്ചിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഇവിടെ പറയുന്നത്. ദി അൺലൈക്ലി പ്ലേസസ് ഓഫ് യൂണിയൻ മെൻഷൻഡ് ഇൻ ദ പോയം ഇൻക്ലൂഡ് ഹെവൻസ് ഡെഡ് വാട്ടർ ആൻഡ് ഇൻസൈഡ് ദ ബോയിലിംഗ് ഹോൾ. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ എന്നുള്ള രീതിയിലുള്ള ഇമേജറിയാണ് അവരവിടെ ഉപയോഗിക്കുന്നത്. വാട്ട് ഡു ഹെവൻസ് ഡെഡ് വാട്ടർ ആൻഡ് ബോയിലിംഗ് ഹോൾ സജസ്റ്റ്? അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഇമേജറി കൊണ്ട് അർത്ഥമാക്കുന്നത്? ഹെവൻസ് ഡെഡ് വാട്ടർ ആൻഡ് ബോയിലിംഗ് ഹോൾ സജസ്റ്റ് അതർ വേൾഡ്ലി ഓർ എക്സ്ട്രീം കണ്ടീഷൻസ്. അതായത് ഈ ലോകത്തിന് പുറത്തുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള സ്ഥലങ്ങൾ എന്നുള്ള രീതിയിലാണ് അവരിത് പറയുന്നത്. ഹൈലൈറ്റിംഗ് ദ സ്പീക്കേഴ്സ് ഡിസ്പറേഷൻ ആൻഡ് വില്ലിംഗ്നെസ് ടു ഗോ ടു എനി ലെങ്സ് ടു ബി വിത്ത് ദെയർ ലവ്ഡ് വൺ. അതായത് വീണ്ടും ഒരിക്കൽ കൂടി ഒന്നിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം അറ്റത്തേക്ക് വരെ പോകാൻ അവർ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് അവിടെ അവർ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡസ് ദ പെയിന്റഡ് നോട്ട് അറൌണ്ട് ഹിസ് ബ്ലഡി നെക്ക് സജസ്റ്റ്? ഇനി പോയത്തിന്റെ അവസാനം വന്നിട്ടുള്ള ഇമേജറിയാണ്. നോട്ട് നമ്മൾ പറഞ്ഞു ഒരു കുരുക്ക് അല്ലെങ്കിൽ കയർ എന്നുള്ള അർത്ഥമാണ്. അതിങ്ങനെ പെയിന്റ് ചെയ്തിട്ടുള്ള ആ ഒരു നോട്ട് എന്നതിന്റെ അർത്ഥം ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ പെയിന്റഡ് നോട്ട് അറൌണ്ട് ഹിസ് ബ്ലഡി നെക്ക് സജസ്റ്റ് ആൻ എൻഡ്യൂറിംഗ് ആൻഡ് ബൈൻഡിംഗ് കണക്ഷൻ വിത്ത് ദ ലവ്ഡ് വൺ, symbolizing a permanent unbreakable bond that persists even through pain and death. അതായത് നിത്യമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു കണക്ഷൻ എന്നുള്ള ഒരു സിമ്പലായിട്ടാണ് നമ്മൾ ഈ പോയത്തിനകത്ത് കാണുന്നത്. അത് വേദനയും മരണവും മറ്റെല്ലാ കാര്യങ്ങളും അതിജീവിച്ചുകൊണ്ട് എന്നത്തേക്കും നിൽക്കുന്ന ഒരു ബന്ധനം എന്നുള്ള രീതിയിലാണ് ഈ ഇമേജറി അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ്സേ ക്വസ്റ്റ്യൻസ് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്.
ഈ പോയിന്റ്സും ഇതിലെ സമ്മറിയും എലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് ദ പോയറ്റ് എക്സ്പ്രസ് ഹർ ഡീപ്പ് ട്രോമ ഓഫ് ലോസ്? ഈ നഷ്ടപ്പെട്ടതിൻ്റെ ഈ ആഴത്തിലുള്ള വേദന അവരെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? റിപ്പീറ്റേഷൻ ഓഫ് നെവർ നെവർ അഗെയിൻ. ദിസ് എംഫസൈസസ് ദി പെർമനൻസ് ആൻഡ് ഫൈനാലിറ്റി ഓഫ് ദ ലോസ്, കൺവേയിങ് എ സെൻസ് ഓഫ് ഡിസ്പെയർ. നെവർ നെവർ അഗെയിൻ എന്നുള്ളത് അവർ ഈ പോയറ്റിനകത്ത് ആവർത്തിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും ഒരിക്കലും ഇല്ല എന്നുള്ള ആ ഒരു വരി ആവർത്തിക്കുന്നതിലൂടെ എന്നേക്കുമായിട്ടുള്ളൊരു നഷ്ടപ്പെടലാണ് എന്നുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഫീലിംഗ് അവർ ഷെയർ ചെയ്യുന്നു. വിവിഡ് ഇമേജറി. The poet uses specific images like a night packed with a few stars, morning's first slender sun, and afternoon's sacrifice to afternoons to illustrate the pervasive presence of the loved one in her daily life and the resulting void. കൂടാതെ അവർ വിവിധങ്ങളായിട്ടുള്ള ഇമേജറി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന രാത്രി, അതുപോലെ തന്നെ മോർണിംഗ്സ്, ആഫ്റ്റർനൂൺസ് എന്നുള്ള രീതിയിൽ എല്ലാ സമയത്തും, ഒരു ദിവസത്തിലെ എല്ലാ സമയത്തും അവർ ഈ പ്രിയപ്പെട്ട ആളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ രീതിയിൽ ഒരു ഡീപ്പ് ട്രോമയാണ് എന്നുള്ള കാര്യം അവരവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. റിഫ്ലക്റ്റീവ് ക്വസ്റ്റ്യൻസ്. The poet's questions about seeing her loved one in various settings show her continuous and futile hope, underscoring her deep sorrow and the impossibility of reunion. അതുപോലെ അവർ നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് കാണാൻ കഴിയുമോ, ഈ സമയത്ത് കാണാൻ കഴിയുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ എന്നേക്കുമായിട്ടുള്ള വേർപാടിന് ശേഷം ഇപ്പോഴും അതേ ആളെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതേ ആളുമായിട്ട് റീയൂണിയന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു കാര്യം നമുക്കവിടെ കാണാൻ വേണ്ടി കഴിയും. ആ രീതിയിൽ കൂടി അവരവരുടെ ഡീപ്പ് ട്രോമ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദ പോസിബിൾ ചലഞ്ചസ് ദാറ്റ് ഷീ ഈസ് റെഡി ടു ഫേസ്? അങ്ങനെ ഒരിക്കലെങ്കിലും ഇനി അയാളെ കാണുന്നതിന് വേണ്ടി എന്തെല്ലാം വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ്. അൺലൈക്ലി പ്ലേസസ് ഓഫ് യൂണിയൻ. ദ പോയറ്റ് ഈസ് വില്ലിംഗ് ടു റീയൂണൈറ്റ് വിത്ത് ഹർ ലവ്ഡ് വൺ ഇൻ എക്സ്ട്രീം ഓർ സൂപ്പർ നാച്ചുറൽ കണ്ടീഷൻസ് സച്ച് ആസ് ഹെവൻസ് ഡെഡ് വാട്ടർ ഓർ ഇൻസൈഡ് ദ ബോയിലിംഗ് ഹോൾ, ഷോവിംഗ് ഹർ റെഡിനെസ് ടു ഫേസ് എനി ചലഞ്ചസ്. ഇനി അവർ ഏത് സ്ഥലത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും അതിന് തയ്യാറാണെന്നാണ് പറയുന്നത്. അത് സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും, അതായത് ജീവിതത്തിലോ മരണത്തിലോ ആണെങ്കിൽ പോലും അവർ അതിന് തയ്യാറാണ് എന്നുള്ള രീതിയിൽ ഏത് വെല്ലുവിളികളും ഏറ്റെടുക്കാൻ അവർ സന്നദ്ധമാണ് എന്നവിടെ പറയുന്നു. ട്രാൻസെൻഡിങ് നാച്ചുറൽ ലിമിറ്റ്സ്. ഷീ ഈസ് പ്രിപ്പയർഡ് ടു ട്രാൻസെൻഡ് നാച്ചുറൽ ബൗണ്ടറീസ് ആൻഡ് എൻഡ്യൂർ എക്സ്ട്രീം കണ്ടീഷൻസ്, ഇൻഡിക്കേറ്റിംഗ് ഹെർ ഡെസ്പറേഷൻ ആൻഡ് അൺവാവറിംഗ് ഡിറ്റർമിനേഷൻ ടു റീയൂണൈറ്റ് വിത്ത് ഹർ ലവ്ഡ് വൺ റിഗാർഡ്ലെസ് ഓഫ് ദ കോൺസിക്വൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ നാച്ചുറൽ ലിമിറ്റ്, ഒരു മനുഷ്യന്റെ ലിമിറ്റിന് അപ്പുറത്തേക്ക് വരെ പോകാൻ അവർ തയ്യാറാണ്. ഏത് അറ്റം വരെയും പോയിക്കൊണ്ടാണെങ്കിലും ഈ പ്രിയപ്പെട്ട ഒരാളെ ഒരിക്കലെങ്കിലും കാണണം എന്നുള്ള രീതിയിലാണ് അവർ ഈ പോയത്തിനകത്ത് പറയുന്നത്. ആ രീതിയിൽ എത്രമാത്രം അവരത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ പോയത്തിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദി ഇമേജസ് ആൻഡ് മെറ്റഫേഴ്സ് യൂസ്ഡ് ഇൻ ദ പോയം ടു സജസ്റ്റ് ഗ്രീഫ് ആൻഡ് ലോസ്? ഇനി ഈ വേർപാടിന്റെ ദുഃഖം സൂചിപ്പിക്കാൻ വേണ്ടി ഏതെല്ലാം ഇമേജറിയും മെറ്റഫേഴ്സുമാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഹെവൻസ്, ഡെഡ് വാട്ടർ ആൻഡ് ബോയിലിംഗ് ഹോൾ. These metaphors suggest a desolate and tumultuous places, symbolizing the depths of her grief and the turmoil she feels. അപ്പോൾ ഈ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ എന്നുള്ള ഒരു ഇമേജറി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഏത് അറ്റത്തേക്ക് വരെ അവർ പോകാൻ തയ്യാറാണ്, അതുപോലെ തന്നെ എത്രമാത്രം അവർ വേദനിക്കുന്നുണ്ട്, ആ നഷ്ടത്തിൽ അവർ വിഷമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ഒരു ഇമേജറിയിലൂടെ നൽകാൻ കഴിയുന്നുണ്ട്. പെയിന്റഡ് നോട്ട് അറൌണ്ട് ഹിസ് ബ്ലഡി നെക്ക്. This image conveys a sense of entrapment and pain, representing the poet's intense and binding connection to her lost loved one, which persists despite suffering. ഇനി അടുത്തത് പെയിന്റഡ് നോട്ട് എന്നുള്ള ഒരു ഇമേജറിയാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, വേദനയും മരണവും അതിജീവിച്ചിട്ടാണെങ്കിൽ പോലും അവർ വീണ്ടും കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവിടെയും അവരുടെ ഗ്രീഫിന്റെയും ലോസിന്റെയും ഒരു മെറ്റഫറായിട്ട് നമുക്കത് കാണാൻ കഴിയും. പെയിൽ റോഡ് ആൻഡ് ട്രെംബ്ലിംഗ് ഫൗണ്ടെയിൻ. These images evoke a sense of fragility and dissolution, mirroring the poet's inner state of grief and loss. ഇനി ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന റോഡരികിൽ, അതുപോലെ തന്നെ ഈ നിലാവ് നിറഞ്ഞ ചന്ദ്രന് താഴെ എന്നുള്ള രീതിയിൽ എവിടെയെല്ലാം വെച്ചിട്ട് ഇയാളെ കാണാതിരിക്കുന്നു എന്നുള്ള ഇമേജറി ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ഇമേജറിയിലെല്ലാം ഒരു ഒറ്റപ്പെടലിന്റെയും വേദനയുടെയും ഒരു ഫീലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ആ രീതിയിൽ ഈ ഇമേജസും മെറ്റഫേഴ്സും എല്ലാം അവരുടെ വേദനയും അതുപോലെ തന്നെ ദുഃഖവും എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നതിന് സഹായകമാണെന്ന് നമുക്ക് പറയാം. ഹൗ ഡസ് ദ പോയറ്റ് ട്രൈ ടു കൺവേ ദി എക്സ്ട്രീം ഇമോഷൻസ് ദാറ്റ് ഷീ എക്സ്പീരിയൻസസ്?
ഇനി അവരുടെ ഈ എക്സ്ട്രീം ഇമോഷൻസ് അവരെങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? പാഷനറ്റ് ഡിക്ലറേഷൻ. The poet's insistence on being reunited with her loved one, it does not matter where, and in any extreme condition, conveys her intense emotions. പോയത്തിൽ ഉടനീളം അവർ പറയുന്നുണ്ട്, എവിടെ വെച്ചാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും കുഴപ്പമില്ല, ഒരു തവണയെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്നുള്ളത്. അത് അവരുടെ എക്സ്ട്രീം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. കോൺട്രാസ്റ്റിംഗ് ഇമേജറി. ഇനി ഇതിൽ ഇമേജറിയാണ്. ബൈ കോൺട്രാസ്റ്റിംഗ് സെറീൻ സെറ്റിംഗ്സ് വിത്ത് ഹാർഷ് മെറ്റഫേഴ്സ്, ദ പോയറ്റ് ഹൈലൈറ്റ്സ് ദ ഡെപ്ത് ഓഫ് അവർ ഇമോഷണൽ ടെർമോയിൽസ്. നമുക്ക് വിപരീതങ്ങളായിട്ടുള്ള ഇമേജറി പോയത്തിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. ഒന്ന് വളരെ ശാന്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ്, ഈ നക്ഷത്രങ്ങൾ നിറഞ്ഞിട്ടുള്ള രാത്രി, അതുപോലെ തന്നെ നിലാവ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പിന്നെ നരകത്തിലാണെങ്കിലും കുഴപ്പമില്ല, അതുപോലെ തന്നെ ഈ ബ്ലഡി നെക്ക് തുടങ്ങിയിട്ടുള്ള ഇമേജറി അതിനകത്ത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ശാന്തമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും അതുപോലെ സംഘർഷം നിറഞ്ഞ സാഹചര്യമാണെങ്കിലും കുഴപ്പമില്ല, എവിടെയെങ്കിലും വെച്ചിട്ട് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള കാര്യം അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് അവരുടെ ഈ എക്സ്ട്രീം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നു. ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ലിറിക്കൽ ലാംഗ്വേജ്. The use of lyrical and descriptive language, such as to be every springtime and winter, underscores the poet's longing and the intensity of her emotions, capturing both the beauty and pain of her memories and desires. ഇനി വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലിറിക്കൽ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഈ പോയത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഡിസ്ക്രിപ്റ്റീവ് നമുക്കറിയാം വിവരിച്ച് എഴുതുന്നതാണ്. അവർ ഓരോ സ്ഥലങ്ങളെ കുറിച്ചിട്ടും ഓരോ സമയത്തെ കുറിച്ചിട്ടും, അതായത് ഞാൻ എല്ലാ സമയത്തും മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ ദിവസം മുഴുവൻ മിസ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് പകരം രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി എന്ന് എടുത്തെടുത്തിട്ടാണ് അവർ പറയുന്നത്. അതുപോലെ ഓരോ സ്ഥലങ്ങളെ കുറിച്ചിട്ടും അവരിതുപോലെ ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്റ്റീവായിട്ടും ലിറിക്കലായിട്ടുമുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്നതിലൂടെ അവരുടെ എക്സ്ട്രീം ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യുന്നു. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ടു സീ ഹിം അഗെയിൻ ആസ് എ പോയം ദാറ്റ് എക്സ്പ്ലോർസ് ദ തീംസ് ഓഫ് ലവ് ആൻഡ് ലോസ്. സ്നേഹത്തിന്റെയും നഷ്ടത്തിന്റെയും തീമുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പോയം എന്നുള്ള രീതിക്ക് ഇതിനെ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്റൻസ് ലോങ്ങിങ് ആൻഡ് ഡിസ്പെയർ. The poem begins with a repetition of never, never again, immediately setting a tone of despair and finality. പോയം തുടങ്ങുന്നത് തന്നെ ഇനി ഒരിക്കലും ഒരിക്കലും ഇല്ല എന്നുള്ള ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ്. അവിടെ തന്നെ സ്ഥിരമായിട്ടുള്ളൊരു വേർപാടാണ് എന്നുള്ള കാര്യം അവരവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ദിസ് റിപ്പീറ്റേഷൻ അണ്ടർസ്കോർസ് ദ ഡെപ്ത് ഓഫ് ദ പോയ്സ് ലോങ്ങിങ് ആൻഡ് ദ പെർമനൻസ് ഓഫ് ദ ലോസ്. അപ്പോൾ എത്ര ആഴത്തിലുള്ള വേദനയാണ് എന്നുള്ള കാര്യം അവർ ഈ വരി ആവർത്തിക്കുന്നതിലൂടെ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. The speaker's contemplation of various times and places where she might have seen her loved one reflects how her thoughts are consumed by memories and the pain of absence. കൂടാതെ ഏതെല്ലാം സമയങ്ങളിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇതുപോലെ കണ്ടിരുന്നെങ്കിൽ എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലൂടെയാണ്, നിരന്തരം ഇയാളെ മിസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം കൂടി അവർ അവിടെ എക്സ്പ്രസ് ചെയ്യുന്നു. മെമ്മറി ആൻഡ് പ്രസൻസ്. The poet recalls specific places tied to memories of her loved one, such as pale road and a trembling fountain. These memories create a poignant contrast between past happiness and present sorrow, highlighting the theme of loss. കൂടാതെ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി മെമ്മറി ആൻഡ് പ്രസൻസിനെ കുറിച്ചിട്ട്. ഇവർ സമയത്തിന് പുറമെ സ്ഥലങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഓർമ്മകളെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സന്തോഷകരമായിട്ടുള്ള ആ ഒരു സമയത്തിന്റെ നഷ്ടം, ലോസ് എന്നുള്ള ഒരു തീം കൂടി അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. By evoking natural settings like a forest, lush poplars and a grotto, the poet evokes a sense of presence that is now missing, emphasizing the void left by the loved one's absence. കൂടാതെ അവർ മിസ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല, നിരന്തരം അവരുടെ ജീവിതത്തിലുള്ള സ്ഥലങ്ങളാണ്. അതായത് ഈ വഴിയരികിൽ, അതുപോലെ മരത്തിന്റെ ചുവട്ടിൽ എന്നൊക്കെ പറയുന്നത് നിരന്തരം അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സന്ദർഭങ്ങളാണ്. അപ്പോൾ നിരന്തരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തീം അവിടെ അവർ ആവർത്തിക്കുന്നു. Imagery of union and separation. The poem uses vivid imagery to convey the speaker's yearning for reunion, no matter the circumstances. ഇനി ഒരുപാട് ഇമേജറിയിലൂടെ ഏത് സാഹചര്യത്തിലായാലും ഒരിക്കലെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്നുള്ള അവരുടെ ഒരു ആഗ്രഹം അവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പ്ലേസസ് ലൈക്ക് ഹെവൻസ് ഡെഡ് വാട്ടർ ആൻഡ് ഇൻസൈഡ് ദ ബോയിലിംഗ് ഹോൾ സജസ്റ്റ് എ വില്ലിംഗ്നെസ് ടു ഫേസ് എക്സ്ട്രീം ഓർ സൂപ്പർ നാച്ചുറൽ കണ്ടീഷൻസ് ടു ബി റീയുണൈറ്റഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. ഏത് സാഹചര്യത്തിൽ എന്ത് അതിജീവിച്ചുകൊണ്ടും അവർ അതിന് തയ്യാറാണ് എന്നുള്ള ഒരു തീം അവരവിടെ അവതരിപ്പിക്കുന്നുണ്ട്. The metaphor of the painted note around his bloody neck suggests a deep binding connection that persists beyond physical presence, emphasizing the theme of enduring love despite separation. കൂടാതെ ഈ പോയത്തിന്റെ അവസാനം വരുന്ന പെയിന്റഡ് നോട്ട് എന്നുള്ള ഇമേജിൽ നമ്മൾ പറയുകയുണ്ടായി,
ഈ വേദനയും മരണവും എല്ലാം അതിജീവിക്കുന്ന എക്കാലത്തേക്കും നിലനിൽക്കുന്ന ഒരു ബന്ധം എന്നുള്ള രീതിയിലാണ് അവരത് ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ ഈ പോയത്തിലുടനീളം ലവ്, ലോസ് തുടങ്ങിയിട്ടുള്ള തീമുകൾ തന്നെയാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.